ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ആ കടൽക്കരയിൽ നിന്നും കൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ നിധിയോട് പറയുന്നത്. കാരണം എനിക്ക് തന്നെ ഇഷ്ടമാണ്, താനില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും കഴിയില്ല. താൻ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നെങ്കിലും എനിക്കങ്ങനെ പറ്റത്തില്ല. താൻ എന്നിൽ നിന്ന് പോയാലും എനിക്ക് പുതിയൊരു ജീവിതം ഇല്ല. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ജീവിതാവസാനം വരെ കാണുന്നത് തന്നെയാണ്. അപ്പോൾ നിധി തിരിച്ച് മറുപടി പറയാണ്, ആണോ സുധീഷേ, ഞാനിത് അറിഞ്ഞില്ലായിരുന്നല്ലോ. കാരണം ഞാൻ കരുതിയെന്ന് വെച്ചാൽ ഞാൻ കാരണം ഇയാളുടെ ജീവിതം നശിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെയെങ്കിലും താനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. തൻ്റെ ഉള്ളിൽ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറ നിധി, മറുപടി പറ. അങ്ങനെയാണെങ്കിൽ തനിക്കെന്നെ ഇഷ്ടമാണോ ശരിക്കും എന്നിങ്ങനെ വീണ്ടും സുധീഷ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നിധിയാണ് ശരിക്കും സുധീഷ് ആലോചിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിധി എങ്ങനെയാവും മറുപടി പറയുക, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന നിധി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറേ സമയമായല്ലോ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് സുധീഷ് ഇതേ കടൽക്കരയിൽ പോയി നിൽക്കണം. സുധീഷേ ഒന്നിങ്ങോട്ട് നോക്കിക്കേ. സുധീഷാണെങ്കിൽ നോക്കുന്നൊന്നുമില്ല. അവിടെ നിധി വിളിക്കുന്നത് സുധീഷ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ നിധി കഴിച്ചുകൊണ്ടിരുന്ന കടലിൽ നിന്നും ഒരു കടലെടുത്ത് ഏറ് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് സുധീഷ് ആ സ്വപ്നത്തിൽ നിന്നും കണ്ണ് തുറക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ നിധി, ഇവളവിടെ, ദൈവമേ എനിക്കെല്ലാം സ്വപ്നമായിരുന്നു ഈശ്വര. അങ്ങനെ അടുത്തേക്ക് ചെല്ലാട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, കുറേ നേരം ആയല്ലോ എന്നെ എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട്. പിന്നെന്തേ, അല്ല അത് നമുക്ക് അതല്ല, എന്തായാലും ഡിവോഴ്സിനൊക്കെ പോവല്ലേ. അതിനെന്താ കുഴപ്പം? അല്ല, അതിന് മുമ്പായിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട്. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക്. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്നാലോ. അങ്ങനെ നിധിയും കൂട്ടി അവർ രണ്ടുപേരും നടക്കാം കേട്ടോ. അപ്പോൾ തന്നെ ആ ബീച്ചിൽ വേറെ രണ്ടുപേരും തമ്മിൽ തർക്കം, ഒരു പെണ്ണും ഒരാണും കൂടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിധിയെപ്പോലെ തന്നെ ആ പെൺകുട്ടിയുടെ കൂടെ നല്ല ഫ്രണ്ടായിട്ട് കുറേ വർഷങ്ങളായിട്ട് നടന്നൊരു പയ്യൻ. ആ പയ്യൻ്റെ മനസ്സിൽ അവളോടൊരു ഇഷ്ടമുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ഒരു ഫ്രണ്ടിനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് വേറെ കല്യാണവും ആയിട്ടുണ്ട്. എന്നാൽ അവൻ അതൊട്ട് സമ്മതിക്കുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്നെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അവളാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്നെ ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. പിന്നെ ഇപ്പം അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് നിധിയും സുധീഷും കൂടെ അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോൾ സുധീഷിൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടാണ് കേട്ടോ സതീഷ്. അവനാണല്ലോ ഈ പ്രശ്നം, ഞങ്ങൾക്കൊന്ന് പോയി നോക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഓടി വരുക കേട്ടോ. അപ്പോഴവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിധിയുടെയും സുധീഷിൻ്റെയും അതേപോലത്തെ പ്രശ്നം തന്നെയാണ്. അതിലൊന്ന് ഇടപെട്ടാലേ ചിലപ്പോൾ നിധിയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയാതെ തന്നെ നിധി ചിലപ്പോൾ അറിഞ്ഞാലോ എന്ന് പറഞ്ഞ് കയറി അങ്ങ് ഇടപെടുക കേട്ടോ. അപ്പം തന്നെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ആ കൊച്ചു പറയാണ്, ഇത്രയും നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് സിനിമ കാണാൻ പോയി എന്നും പറഞ്ഞ് ഞാൻ ഇയാളെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ ഇങ്ങനെയൊക്കെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ തന്നെ ആ പയ്യൻ പറയാണ് കേട്ടോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുട്ടി, നിധിയോട് ചോദിക്കുക. നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ എന്തും മറുപടി പറയും ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എന്തിനാ നിങ്ങൾ പുറകെ നടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ പോവാറില്ലേ സിനിമയ്ക്കൊക്കെ, ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാറില്ലേ? അപ്പോൾ ഒരു പെൺസുഹൃത്തും അതുപോലെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ നിധിയും പറയാട്ടോ. ഇത് കേട്ട് സുധീഷ് ആകെപ്പാടെ കുഴപ്പത്തില്ല. അപ്പോൾ സുധീഷ് വിചാരിക്കണം, ഈശ്വര വെറുതെ ആണല്ലോ പെരുമ്പാമ്പിൻ്റെ മുമ്പിൽ കൊണ്ട് തല വെച്ചതുപോലെ ആയല്ലോ ഈശ്വര, ഒന്നും മിണ്ടാതെ പോയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ എനിക്കും കൂടെ ആയിട്ടുള്ള പണിയാണല്ലോ എന്ന് പറയാട്ടോ. അവസാനം അയാളോട് നിധി തന്നെ പറയാ, അതെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അത് വേറെ വിവാഹം ചെയ്ത് പൊക്കോട്ടെ, അതല്ലേ വേണ്ടേ. ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ വഴിക്കും ആ പയ്യൻ്റെ വഴിക്കും അങ്ങ് പോവുകയാണ്. അതോടുകൂടി സുധീഷിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ആയിട്ടുണ്ട്. അങ്ങനെ നിധിയെയും കൂട്ടി നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലോ ഇവിടെ നമ്മൾ നികേഷും ഹരീഷും സുമേഷും കൂടെ ആലോചിച്ചിരിക്കുകയാണ്. ഇന്ന് ഏട്ടത്തിയോട് എന്തെങ്കിലും കാര്യം തുറന്നു പറയാനാണല്ലോ പോയത്, ഇഷ്ടമാണെന്ന് കുളവാക്കിയിട്ട് വരും, അത് ഉറപ്പാന്ന് പറയാട്ടോ. അതെ എടാ, നീയൊക്കെ ഒന്നും മിണ്ടാതിരിക്കുക, അവനത് കുളവാക്കത്തൊന്നുമില്ല, കൈകാര്യം ചെയ്ത് നല്ലപോലെ സംസാരിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ, അടിച്ച് പിരിഞ്ഞോ ആവോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുവാണ് കേട്ടോ. വന്ന പാടെ തന്നെ നമ്മുടെ സുധീഷിൻ്റെ മുഖം വാടിയിരിക്കുകയാണ്. സുമേഷ് ചോദിക്കണം, എന്ത് പറ്റിയടാ നിനക്കൊരു വയ്യായിക പോലെ, എന്താ? ഏട്ടാ എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ആരോട് സംസാരിക്കാതെ പോയി കിടക്കട്ടോ. നിധി അകത്ത് പോയി ബാഗെല്ലാം വെച്ചിട്ട് തിരിച്ച് വന്നേ. മോളെ അപ്പം എങ്ങനെയെങ്കിലും കാര്യം അറിയണമല്ലോ. നികേഷ് ആണെങ്കിൽ ഉടനെ സുമേഷിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് സുധീഷ് ഏട്ടനെ വിളിച്ച് കാര്യം ചോദിക്കാം.
ഏട്ടത്തിയോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞു എന്ന്. വേണ്ടടാ, അവന് തലവേദന എന്ന് പറഞ്ഞ് അവൻ പോയി കിടക്കുമല്ലായിരുന്നോ, ശല്യപ്പെടുത്തണ്ട, അവനായിട്ട് വന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. ചേച്ചിയിട്ട് ചോദിച്ചാലോ? വേണ്ട വേണ്ട, വെറുതെ കുളവാക്കണ്ട. എന്നാലും നിധി വരുമ്പോൾ വെറുതെ ഇവർ ചോദിക്കാൻ കേട്ടോ, മോളെ നിങ്ങൾ എങ്ങോട്ട് പോയതാ, ഒരുമിച്ചാണല്ലോ വന്നത്, നിങ്ങൾ ബീച്ചിൽ പോയിരുന്നോ ജോലിയും കഴിഞ്ഞിട്ട്? ആ പോയിരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അതെ, ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ സുധീഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ സുധീഷ് പറഞ്ഞു എന്തോ കാര്യം എന്നോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചിട്ട് പോയത്. ഞാൻ വെറുതെ പോയി അവിടെ ചെന്നിരുന്ന് വെയിൽ കൊണ്ട് തന്നെ മിച്ചം, വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ ഡിവോഴ്സിനൊക്കെ പോവുമല്ലേ, അപ്പോൾ അതിന് മുമ്പായിട്ട് മനസ്സൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് സുധീഷ് എൻ്റെ കൂടെ പറഞ്ഞത്. മോളെ അത് സുമേഷേട്ടാ, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാവോ? പിന്നെന്താ എടുത്തേരാളോ എന്ന് പറഞ്ഞ് അങ്ങേരെ അകത്ത് പോയി ഫുഡൊക്കെ എടുത്ത് കൊടുക്കാട്ടോ. കാര്യം എന്താണെന്ന് ഇവർ അറിയണില്ല. അപ്പോൾ തന്നെ സുമേഷിന് മനസ്സിലായി സുധീഷ് എന്തായാലും നിധിയോട് കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, ഇനി ഞാനായിട്ട് തന്നെ ഇത് മുൻകൈ എടുത്ത് നടക്കേണ്ടി വരും എന്ന് ഇങ്ങനെ സുമേഷ് ചിന്തിക്കാട്ടോ. പിന്നെ അനിയന്മാരോടൊക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി എന്ത് വിചാരിക്കും, ഇനി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് എടുക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്